ചായത്തിന് കാപ്പി കുടിച്ചാദ്രി ചായ ഒരു മണി എന്ന് പറഞ്ഞാൽ ഇവിടെ പറയും. ഓക്കെ എന്താണോ നമ്മളെ ജീപ്പ് ഡ്രൈവർ ഓഫ് റോഡ് കിങ് ഞങ്ങളൊരു 5:45 മൂകാംബിക ജീപ്പ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടതാണ്. അങ്ങനെ വരുന്ന വഴിക്ക് ഒന്ന് ചായ കുടിച്ച് ഫ്രഷ് ആവാൻ വേണ്ടി ഇവിടെ കയറിയതാണ്. ഞങ്ങൾ 3 കൂടാതെ വേറൊരു 5 പേരും കൂടി ഈ ജീപ്പിലുണ്ട്. എൻ്റെ എല്ലാവരും തന്നെ മലയാളീസാണ്. ഇനി ഒരു 14 കിലോമീറ്ററും കൂടി പോയാൽ കൊടജാദ്രി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തും. കൊടജാദ്രി ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം. നമ്മുടെ അണ്ണനാണെങ്കിൽ ഓഫ് റോഡിനുള്ള സെറ്റിങ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഫ്രണ്ടിലത്തെ ഗ്ലാസ് ഒക്കെ ലിഫ്റ്റ് ചെയ്തു. ഇനിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഓഫ് റോഡ് എക്സ്പീരിയൻസ് തുടങ്ങാൻ പോകുന്നത്. ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നല്ല ഹരത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു പരിപാടിയാണ്. പിടിച്ചിരുന്നിട്ടില്ലെങ്കിൽ പല്ല് തുപ്പിപ്പോകും. നല്ലൊരു ടൈമിങ്ങിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ മലയുടെ ടോപ്പിലെത്തിയപ്പോൾ സൺറൈസൊക്കെ കിട്ടി നല്ല മൂഡിലിരുന്ന് പോകാൻ പറ്റും. ഇവിടം വരെ ഉള്ളൂ. ജീപ്പ് ഇനി നടക്കണം ഗീസ്. പ്രാർത്ഥനയൊക്കെ ഭക്തിയൊക്കെ മല കയറിയപ്പോൾ. ബ്രോ എത്തിച്ചല്ലേ? ബ്രോ എത്തിച്ചല്ലേ? ഇനി തൊട്ടുവരെല്ലാം കേൾക്കുന്നത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. ആര് കുടജാദ്രിയിൽ കുടികൊള്ളും മോനുട്ടനും കേട്ടോ. മോന് സ്പോട്ടഡ്. എങ്ങോട്ടേക്ക് പോകാൻ പറ്റുക? നേരെ കയറിയതാ കുത്തണുള്ളായിക്ക്. ബ്രോ താങ്ങോ ബ്രോ ഏറ്റൊക്കെ കാണിച്ചാ ബ്രോ. കഴിഞ്ഞ 2-3 മാസമായി ഓടിക്കളിച്ചത് വെറുതെ ഉള്ളത് കാണിച്ചാ. പൂജ പറഞ്ഞിട്ട് പൂജയൊക്കെ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്. അയ്യേ പറ്റിക്കപ്പെട്ടവൻ. ഭക്തനാ നീ? ഭക്തി വേണ്ട. ഞാൻ ഗൈസ് ഇപ്പോൾ ഒരു സൗണ്ട് കേട്ടിരുന്നോ? ഇതാണ് മെയിൻ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവന്മാർ ഇടയ്ക്കിടെ വൃത്തിയിട്ടവന്മാർ. ആരാ ഇപ്പൊ ഒരു സൗണ്ട് കേട്ടി? ആരാ നീയാണോ? നല്ലൊരു ആംബിയൻസിൽ വന്നിട്ട് ഫ്രഷ് എയർ ശ്വസിക്കാന്ന് വിചാരിക്കുമ്പോ നാറ്റിക്കുക. ഫ്രഷ് വെള്ളമാണ് കഴിച്ച് കുടിക്കാം. പക്ഷെ നമ്മൾ കുടിക്കുന്നില്ല. ഇപ്പം നമ്മൾ പോകുന്നതാണ് ശങ്കരാചാര്യർ ധ്യാനിച്ച സ്ഥലം. അവിടെ നിന്ന് എനിക്കിപ്പോൾ ഒരു സാധനം വരാനുണ്ട് മോനെ, 6th സെൻസ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കും, ഓ ഞാനും ശങ്കരാചാര്യരൊക്കെ ഒരേ ആൻസിസ്റ്ററിയാന്നൊക്കെ.
ടഫ് ടെറൈൻസ് ഗൈസ്. ഇതൊക്കെ എന്ത് ഉമ്മ കാണിച്ച കുടജാദ്രിയിൽ വന്നിട്ട് മൂത്രം ഒഴിക്കുന്നത്. കുരുതിതോ ഇത് വേറെടാ ഗൈസ്. ഇവന്റെ ചുണ്ണാമണീൻ്റെ ഒരു എക്സ്ക്ലൂസീവ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സ്പെഷ്യൽ യൂട്യൂബ് ചാനൽ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാട്ടിൽ ഒളിച്ചു ഞങ്ങളെ പഴയ ഒരു ആചാരമുണ്ട്, പുതിയൊരു സ്ഥലം കിട്ടിയാൽ അവിടെ മാർക്ക് ചെയ്യുന്നു. അനശ്വർ ഇപ്രാവശ്യം അങ്ങനെ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. മൈക്കാ വെള്ളം വേണ്ട. എല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പണ്ടേ പരിഷ്കാരിയ, വെള്ളമൊന്നും വേണ്ട. വേടാ ഇത് പൊടി പൊടിയാണോ? ഇപ്പൊ ആടെ കടിവേഗം പതിഞ്ഞിക്കണോ? ഇത് വേണമല്ലോ, ടീഷർട്ട് വേണം. ടീഷർട്ടാണ് ഇതിൻ്റെ ഒരു ആണോ? ഇതിനെന്തോ ഡ്രസ്സ് മാറ്റി. എടാ ഫ്രെയിം മാറണ വേണ്ട. എടാ ഇതെന്താ കുണ്ടം പോസ്റ്റ് ഇടുന്നോ? ഞാനേ ഒരു എപ്പിക്ക് സാധനം ഇട്, ഫ്രെയിം എപ്പിക്കാം. എടി 1 2 3 ഇട്ടോ, കയ്യിൽ നിന്നിട്ടോ. ഒരു ബ്രൗൺ സ്റ്റോണാണ്, ഞാൻ ഒരു പച്ച ടോണായിരുന്നു പ്രതീക്ഷിച്ച. മല മുഴുവൻ ബ്രൗൺ. അയ്യാ വിസകാതമായ കൊക്ക. സർവജ്ഞ എടുത്താനായി തോന്നുന്നു. പോരാ വിചാരിച്ചത്ര പണിയൊന്നുമില്ല. കുറച്ചുകൂടെ അഡ്വഞ്ചറാണ്. യെസ് യെസ്. നീ ചിലവ് പറയാനാവില്ല, അതിലെന്താ ഫ്രീ അറിയില്ല. പക്ഷെ നൈസ് വ്യൂ ഉണ്ട് കേട്ടോ. വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. കുറച്ചുകൂടി നേരത്തെ എത്തിക്കണ്ടേ, സുഖമായിട്ട് ആ ക്ലൗഡ് ബെഡ് കിട്ടുമായിരുന്നു. ശരിക്കും ഇവിടെ രാത്രി ടെൻ്റ് അടിക്കാൻ പറ്റണം. ഈ വേറെ ഇത് ജീപ്പുകാരായിട്ട് വളാപം ചെയ്ത് ആകെ 2 മണിക്കൂർ ഇതിൻ്റെ അകത്ത് കയറ്റും. അപ്പം എന്താക്കാനാ? ആ ഇവിടെ 2-3 സെക്യൂരിറ്റി ഒക്കെ വെച്ച് ആൾക്കാർക്ക് എത്ര വേണേൽ നിൽക്കാന്നുള്ള രീതിയിലാക്കണം. ഇതാണ് എല്ലാവരും കാണുന്ന സ്ഥലം. ഈ മല കയറിയിട്ട് ലാസ്റ്റ് ഒരു കാടെത്തിരിക്കുന്നു. അത് കൊള്ളാം. എടാ ഇത് സീനിട്ടാ. ഇത് ഇവിടെ നല്ല തണുപ്പായിട്ടോ. ഉണ്ടോ?
നമുക്ക് നോക്കാൻ പറ്റും. ഇത് നല്ല കുത്തനുള്ള സ്ഥലം കേട്ടോ. പാറയൊക്കെ നമുക്ക് റിസ്ക്. ഈ സ്ഥലം ഇപ്പം എൻ്റെ പേരിൽ എഴുത്തന്ന് ഈ എന്തൊക്കെ ഡെവലപ്മെൻറ്റ് വരുത്താം, എന്നാ മാറ്റം വരുത്തുക. ഞാനിവിടെ ഈ ഒരുത്തനെ അടുപ്പിക്കൂല. അടുപ്പിക്കില്ലേ? നല്ലൊരു ചങ്ങായിക്ക് എഴുതി കൊടുത്ത്. ഇന്നൊക്കെയുള്ള വീട് എത്ര വെയിറ്റ് ആവുള്ളൂ. ഞാൻ ഒരു ആശ്രമം തുടങ്ങും. ഞാൻ മെയിൻ സ്വാമി. എന്നിട്ട് ഞാനും മറ്റേ ശങ്കരാചാര്യരും ചെറിയ ലിങ്ക് ഉണ്ട് എന്നുള്ളൊരു സാധനം കത്തിക്കും. ഞാൻ ഒരു കേവ് ഉണ്ടാക്കും എല്ലാ ദിവസവും ആരെങ്കിലൊക്കെ കൂടെ. ആരെങ്കിലൊക്കെ കൂടെ ബാക്കി പറയടാ. ആ പോയി കാണും. ആ എന്നിട്ട് കേവിലേക്ക് ആളെങ്ങനെ വരും? കേവിലേക്ക് ആളെങ്ങനെ വരും? ഒക്കെ അങ്ങനെ ഇരിക്കും. ഇത് ഗുണമല്ല, ഗുണമുള്ള കേവാ. ശങ്കരാചാര്യ നടന്ന വയ്യ. ഇപ്പോൾ കോരനായർ നടന്നത് ഇത് അഡ്വഞ്ചർ കയപ്പാ. ഇപ്പോൾ നിലത്ത് കിടക്കുന്നതാണ്. ഇത് സൺലൈറ്റൊക്കെ വന്നിട്ട് ആ ഫ്രെയിമിൽ ഇവൻ വന്നാൽ പൊളിക്കും. ഓ ഡാം. യോ ഫ്രെയിം പാരുங்க ജി. ഒരു സ്ഥലം കേട്ടോ. എടുന്ന് ആ സ്പോട്ടോ. ഇതൊരു രക്ഷയില്ലാത്ത പോയിന്റ് കേട്ടോ. ഒറ്റയ്ക്ക് വന്നാൽ ചാടിപ്പോവും. ആ ജാതി ഭയങ്കര വ്യൂ അത്. കൊക്ക വ്യൂ. 1300 ഫീറ്റ് ഗൈസ്. 1300 മേലുള്ളത്. പക്ഷെ ഇത് അടിപൊളിയായി. എന്നാൽ എങ്ങനെയുണ്ട് ഇവിടെ എത്തിപ്പെടുന്നു വിചാരിച്ചു? ഇവിടെ എത്തിപ്പെടുന്നു വിചാരിച്ചു. പക്ഷെ രാത്രി കാട്ടിൽ തങ്ങണം എന്നൊരു സ്കീം ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷേ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ രാത്രി വന്നിട്ടുണ്ടെങ്കിലും അടിപൊളിയാവുമെന്ന് തോന്നുന്നു. ശരിക്കും രാവിലെ നല്ല രാവിലെ ഇറങ്ങിയാണ് അടിപൊളിയാവുക. ടെൻ്റ് അടിച്ച് രാത്രി ഇവിടെ ഇടാൻ പറ്റും. പക്ഷേ എന്താ പറയുക, ഭയങ്കര പീസ്ഫുൾ സ്ഥലമാണ്. ഇത്രയും കാണാൻ മാത്രം. സമയം കൊടുക്കണം ഇവിടെയൊക്കെ നിന്ന് കുറച്ച് സെറ്റ്. അത് ഭയങ്കര പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഏകദേശം 1.5 hour ഉണ്ട് ഇവിടെ എത്തണമെങ്കിൽ. ശങ്കരാചാര്യൻ്റെ സ്ഥലം കണ്ട് ഇനി അവിടെ പോയിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ സ്പാട്ട്. ഒരൊറ്റ കുട്ടിയില്ല കേട്ടോ. നേരത്തെ വന്നുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കയറിയോണ്ട് നമുക്ക് കുറച്ച് സമയം അവിടെ സമാധാനമായിട്ട് കിട്ടും. ഇന്ത്യയിൽ അരമണിക്കൂർ മെഡിറ്റേഷൻ അവിടുത്തെ. ചിലപ്പോൾ ഏത് സെൻസ് ഒന്ന് എണീ കിട്ടും. പിന്നെ സോഹാനന്ദ സ്വാമികളായിരിക്കും. തിരിച്ചു പോകണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു. എനിക്ക് അന്നത്തെക്കാളും ഈ വ്യൂ കണ്ടേരോ. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കല്ലേ? നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. നമ്മളെ ഒരാള് കിടന്ന്
മൂപ്പർക്കൊരു ശങ്കരാചാര്യ ലുക്ക് ഉണ്ട് കേട്ടോ. സെൽഫി എടുത്താലോ? സെൽഫി എടുക്കാം. കുട്ടികൾ ആരെങ്കിലും സെൽഫിക്കാരുണ്ടാവും. പണ്ട് ഇവിടെയൊക്കെ പോയായിരുന്നു. പണ്ട് ഇതിലൂടെയൊക്കെ പോയ ഇവിടെ അടിപൊളിയാ, കാട് കയറാ. ഇവിടെ പണ്ട് ഈ സ്വാമിമാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവരൊക്കെ പോക്കിന്നു. അപ്പൊ അവിടെ ഒരു ഗുഹ ഉണ്ട്, ഒരു കൊക്കേൻ്റെ ഇടുക്കില്. അവിടെയാണ് ഒരു ശിവലിംഗം പരിപാടിയൊക്കെ ഉള്ളത്. ഈ താഴോട്ട് ഇറങ്ങിയാല് ഇതിന്റെ താഴോട്ടോ? ആ പോയാലോ? ബാഗ് എടുത്തടാ, ബാഗ് എടുക്കടാ. പോവല്ലേ, ഞാൻ മാത്രം എന്താ അങ്ങോട്ട് ഇല്ലീഗൽ ആക്ടിവിറ്റി. സൂപ്പർ. ഇതിലെങ്ങനെ ഇറങ്ങിട്ട് എങ്ങനെയാ പോനെ? എവിടെയാന്ന് ഞങ്ങൾക്ക് അറിയില്ല. ആ മലയുടെ മുകളിലെത്തിയാൽ മനസ്സിലാവും. അവിടെ എത്തിയാൽ മനസ്സിലാവുള്ളൂ. ശരി. ശരിക്കുള്ള കുടജാദ്രി എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ്. ഇവിടെ നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് ആ കാട് കയറും. ആ കാട്ടിൽ നിന്നാണ് ഈ പറഞ്ഞ സ്വാമിമാർ, അഗോരീസ്, ഈ ഒരു പാറക്കെട്ടിലൊരു ശിവലിംഗമൊക്കെ ഉണ്ട്. അത് വരെ അങ്ങനെ റെസ്ട്രിക്ട് ചെയ്ത് കൺട്രി. മറ്റേ ഈ സ്വാമിമാർക്കൊക്കെ അവിടെ കയറാം, ഓരോ അവരൊന്നും പറയില്ല. നമ്മൾ കയറുമ്പോൾ ആവശ്യമാണ്. ഓക്കെ, കുടജാത്രി കഴിഞ്ഞിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ശങ്കരാചാര്യ സ്പോട്ട്. 3 മണിക്കൂറിൻ്റെ ടൈം ലിമിറ്റേഷനാണ് ഞങ്ങളുടെ ജീപ്പ് ഡ്രൈവർ ഞങ്ങൾക്ക് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മെല്ലെ മലയിറങ്ങാൻ തുടങ്ങി. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഫാമിലി ആദ്യമേ മലയിറങ്ങിയിരുന്നു. അവർ നടന്നെത്താൻ വൈകും എന്നുള്ളത് കൊണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു അടിപൊളി സീൻ കിട്ടി. ഈ ഒരു പക്ഷി അതിൻ്റെ പ്രേസിനെ ഷാർപ്പായിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാറ്റ് വീശുന്നതിൻ്റെ ഓപ്പോസിറ്റ് ചിറകിങ്ങനെ വിരിച്ച് എയറിൽ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത്. ഞങ്ങൾക്ക് അനുവദിച്ചിരുന്ന ടൈമിൻ്റെ 5 മിനിറ്റ് മുന്നേ ഞങ്ങൾ തിരിച്ചെത്തി. ഇനി തിരിച്ച് മൂകാംബികയ്ക്ക്. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരുമായിട്ട് ഞങ്ങൾ നല്ല കട്ട കമ്പനി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ കിട്ടിയ ഗ്യാപ്പിൽ ഇവന്മാർ കത്തി വെക്കാനും തുടങ്ങി. അവസാനം ഓട്ടോ കിട്ടി. ഓട്ടോ ബി വെച്ച് തുടങ്ങുന്ന സ്ഥലത്ത്
അതിനുശേഷം ഞങ്ങൾ മലയാളീസ് എല്ലാം ഒരു ടീമായിട്ട് നമ്മുടെ ജീപ്പ് ഡ്രൈവർക്ക് ചെറിയ ചെറിയ ഡോസ് കൊടുക്കാൻ തുടങ്ങി. വേറെ വണ്ടി കിട്ടില്ല. നിങ്ങൾ അടുത്ത ദിവസം വരുമ്പോൾ വിളിച്ചോണ്ട് പോകും. അടുത്ത ദിവസം വരുമ്പോൾ വിളിച്ചോണ്ട് പോകും. അവരവിടുന്ന് വരുന്ന ആൾക്കാർ ബൈക്ക് ഉണ്ടോ? ബൈക്ക് എടുക്കാം. സ്വന്തം ജീപ്പാണോ അതോ അമ്പലം മതിയോ? സ്വന്തം ജീപ്പ്. പണ്ട് ഈ റൂട്ടിൽ ബൈക്ക് ഓഫ് റോഡൊക്കെ ചെയ്ത് വരായിരുന്നു. പിന്നെ ഈ ഫോറസ്റ്റ് ടീമും ജീപ്പിൻ്റെ ടീമും കൂടി ചേർന്നിട്ടാണ് ഇവിടെയൊക്കെ പ്രൈവറ്റ് വെഹിക്കിൾസ് വരുന്നതൊക്കെ നിർത്തിപ്പിച്ചത്. ബൈക്കൊക്കെ ഓഫ് റോഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ സ്പോട്ടാണിത്. പക്ഷെ ഇപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പൊ ഇതൊരു ഇതായിട്ടൊന്നും ഇടണം കേട്ടോ ഞങ്ങള്. അതെ, അതൊക്കെ പേര് കാണാൻ ഞങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും കണ്ണൻ തന്നെ എന്റെ മോന്റെ പേര് കണ്ണനാണ്. കണ്ണൻ തന്നെ കുറെ കണ്ണന്മാരുണ്ട്. ജീപ്പ് ഇറങ്ങിയതിന് ശേഷം കുളിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തപ്പി ഞങ്ങൾ ഇറങ്ങി. സൗപർണികൻ്റെ അറ്റം തേടി വന്നതാണ്. ഇപ്പോൾ ഒരു റിസർവോയർ എത്തിയിട്ടുണ്ട്. ഇവിടെ പരിപാടി നടക്കില്ല. പിന്നുള്ളത് ഇവിടെയാണ് ഒരുമാതിരി സൈഡിൽ നിന്ന് എന്തൊക്കെയാണ് വെള്ളമൊക്കെ ഒലിച്ചിരുന്നത്. അപ്പോൾ ആ പ്ലാനിങ് ക്യാൻസലാക്കി വേറൊരു സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ അറ്റം കാണാൻ പറ്റും. നോക്കണം. റിസർവോയിലേക്ക് ഇനിയും വെള്ളം കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് മൂകാംബിക. ഇപ്പോൾ എല്ലാം കൂടി നമ്മളൊരു ലോഡ്ജ് വീടൊക്കെ പോലെ ആയിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് പോകും, ഇവിടെ തന്നെ വരും. ഇവിടെയുള്ള എല്ലാ സ്ഥലവും ഞങ്ങൾക്ക് ഇപ്പോൾ പരിചയം. പിന്നെ ഫുഡ് ഇവിടെ നിന്ന് കഴിക്കും, ഫ്രീ ആണ്. ഇവിടെ തന്നെ കിടന്നുറങ്ങും, രാത്രിയും കിടന്നുറങ്ങും, നേരം കിടന്നുറങ്ങും. പോലീസുകാരൊക്കെ പരിചയമായി. ഇപ്പോൾ സ്റ്റാഫിൻ്റെ സെക്ഷനിൽ കയറിയിട്ടാണ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. നൈസാണ്. വന്നിട്ടുണ്ട്, വെറുതെ ലോഡ്ജൊന്നും എടുത്ത് ഇതാക്കണം എന്നില്ലാന്നാണ് ഒരു അഭിപ്രായം. ഇവിടെ തന്നെ ആൾക്കാരൊക്കെ ഫ്രണ്ട്ലിയാണ്. ഇവിടുത്തെ ഒരു അമ്പലത്തിലൊരു സെറ്റപ്പ് തന്നെ എങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ തിരിച്ചെത്തി ഫുഡൊക്കെ കഴിച്ച് ഫോണും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്തതിന് ശേഷം മൂകാംബികയുടെ ആളൊഴിഞ്ഞ പീസ്ഫുൾ ആംബിയൻസിൽ ചുറ്റും ഒന്ന് നടക്കാൻ ഇറങ്ങി. ഇന്ന് ഈ ഫുഡ് കൗണ്ടറിൽ ഏറ്റവും ഫസ്റ്റ് എത്തിയിട്ടുള്ളത് ഞങ്ങളാണ്. സെക്യൂരിറ്റി പോലും എത്തിയിട്ടില്ല.
3 പകലും 3 രാത്രിയും അവിടെ നിന്നുകൊണ്ട് അനുഭവിച്ചറിഞ്ഞ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആയിട്ട് ഞങ്ങൾ മൂകാംബികയിൽ നിന്ന് തിരിച്ചു പോകാൻ റെഡിയായി. ശേഷം മൂകാംബികയിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരിട്ടൊരു ബസ്സിന് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. അങ്ങോട്ട് വരിക കുപ്പ. ഫൈനലി ബൈന്ദൂർ എത്തിയിരിക്കുകയാണ്. നമ്മളെ ട്രിപ്പ് എടുത്തോടെ കഴിയാണ്. ഈ ട്രെയിനും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ആയിക്കോട്ടെ ബ്രോ ഒരു 2 വാക്ക്. അടിപൊളിയാണ് യാത്ര. കാരണം എന്താ വെച്ചാൽ നമ്മളിതൊരു എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിയിലാണ് മൊത്തത്തിൽ കാര്യങ്ങൾ നടന്നു. ടാറ്റ എടാ താടാ താമത്തെ